الحمد لله الكريم المنان المتفضل على عباده بأصناف النعم وأنواع الإحسان وأشهد أن لا إله إلا الله وحده لا شريك له الملك الديان وأشهد أن محمدا عبده ورسوله المبعوث بالهدى والرحمة والصلاح القلوب والأبدان صلى الله عليه وآله وأصحابه وتابعين لهم بإحسان وسلم تسليما كثيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരനായ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യരായ നമ്മുടെ മഈശത്തുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ലാഭം കരസ്ഥമാക്കാൻ കഴിയുക എന്നതിനെ കുറിച്ച് വളരെ ഗഹനമായി ആലോചിക്കുകയും അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ജീവിതത്തിലുടനീളം നിർവഹിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലാഭം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് വളരെ കൃത്യതയോടുകൂടിയാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. അങ്ങേയറ്റത്തെ വേദനകൾ സമ്മാനിക്കപ്പെടുന്ന ഒരു ശിക്ഷയിൽ നിന്നും മനുഷ്യരായ നിങ്ങൾ വിജയം ആഗ്രഹിക്കുന്നുണ്ടോ? തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും ആ അള്ളാഹുവിന്റെ പ്രവാചകനിലും അചഞ്ചലമായ വിട്ടുവീഴ്ചയില്ലാത്ത നിഷ്കളങ്കമായ രൂപത്തിലുള്ള വിശ്വാസം വെച്ചു പുലർത്താൻ കഴിയുക എന്നതാണ് ആ കച്ചവടത്തിന്റെ ഒന്നാമത്തെ വിജയത്തിന്റെ മാനദണ്ഡം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന്റെ തൃപ്തിക്ക് കാരണമായി തീരുന്ന, എനിക്കും നിങ്ങൾക്കും പ്രവേശിക്കാനുള്ള ബർസഖിൽ നല്ല സുന്ദരമായ ജീവിതവും പ്രകാശവും ആ ബർസഖിയായ ജീവിതത്തിൽ വിശാലതയും നൽകപ്പെടാൻ കാരണമാകുന്ന മഹ്ശറയിൽ ഏറ്റവും എളുപ്പമാറുന്ന വിചാരണ ലഭിക്കാൻ, സുന്ദരമായ സന്തോഷകരമായ സ്വർഗീയമായ ഭവനങ്ങളിലേക്ക് പ്രവേശനമുണ്ടാകാൻ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടാകേണ്ടത്? വതുജാഹിദൂന ഫീ സബീലില്ലാഹ്. അല്ലാഹു എന്താണോ ദീനായി പഠിപ്പിച്ചത്, ആദർശമായി പഠിപ്പിക്കപ്പെട്ടത്, അതിനുവേണ്ടി സ്വന്തം ജീവിതത്തെ ക്രമീകരിക്കുകയും അതിന്റെ ഒപ്പം തന്നെ താൻ നിലകൊള്ളുന്ന സമൂഹത്തിന് ആ യഥാർത്ഥമായ ആദർശത്തെ, ഹക്കിനെ പഠിപ്പിച്ചു കൊടുക്കാൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനുള്ള കച്ചവടത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ബിഅംവാലികും വഅൻഫുസികും, നിങ്ങളുടെ ശരീരം കൊണ്ടും അല്ലാഹുവിന്റെ ഔദാര്യമായ സമ്പത്ത് കൊണ്ടുമാണ് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി, അല്ലാഹുവിന്റെ ആദർശത്തിനു വേണ്ടി നിങ്ങൾ പണിയെടുക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. മനുഷ്യരെ, നിങ്ങൾ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിന്റെ പ്രതിഫലത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നവരാണെങ്കിൽ, ചിന്തിക്കുന്നവരാണെങ്കിൽ, അതാണ് കേട്ടോ നിങ്ങൾക്ക് ഏറ്റവും ഉദാത്തമായിട്ടുള്ള മാർഗമെന്ന്, കച്ചവടമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ലാഭകരമായ കച്ചവടം നേടിയെടുക്കാൻ, അതിനുവേണ്ടി ജീവിതത്തെയും കർമ്മങ്ങളെയും ചിന്തകളെയും ഒരുക്കിയെടുക്കാൻ വിശ്വാസികളായ നാം തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് അവനവനോട് തന്നെ ഒന്ന് ആലോചനകൾക്ക് വിധേയമാക്കേണ്ട സാഹചര്യത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, 16 വയസ്സുകാരനായ ഒരു സ്വഹാബി, മഹാനായ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു, ഈ സുന്ദരമായ വിജയത്തിന്റെ സമ്മാനങ്ങൾ പേറുന്ന ഈ ദീനിയായ കച്ചവടത്തെ കുറിച്ച് കേൾക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ ഇസ്ലാമിന്റെ നന്മയിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്.
അങ്ങനെ കടന്നു വന്നതിന്റെ കാരണമായി മഹാനായ 16-കാരൻ അബൂജന്തൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ സുഹൈൽ, മക്കം ഫതഹിന് ശേഷം ഇസ്ലാമിലേക്ക് വന്ന സുഹൈൽ റളിയല്ലാഹു അൻഹു, ആ പിതാവ് മഹാനായ അബൂജന്തൽ റളിയല്ലാഹു അൻഹുവിനെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുകയാണ്, അങ്ങേയറ്റം വേദനകൾ സമ്മാനിക്കുകയാണ്. എന്നിട്ട് മഹാനായ അബൂജന്തൽ റളിയല്ലാഹു അൻഹുവിനെ ഒട്ടകങ്ങളെ കെട്ടിയിടുന്ന ആലയത്തിൽ കൊണ്ടുപോയി കെട്ടിയിടുന്നു. എങ്ങനെ? ഏറ്റിയാൽ പൊന്താത്തത്ര ഭാരമേറിയ ചങ്ങലക്കെട്ടുകൾ ശരീരം മുഴുവനും ബന്ധിപ്പിച്ചുകൊണ്ടാണ് അബൂജന്തൽ റളിയല്ലാഹു അൻഹുവിനെ ആ ഒട്ടകത്തിന്റെ ആലയത്തിൽ കൊണ്ടുപോയി കെട്ടിയിടുന്നത്. അങ്ങനെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് വീണ്ടും സുഹൈലിന് സഹിക്കാൻ പറ്റിയില്ല. ആ സുഹൈല് തന്റെ അടിമക്കാരായ കൊല്ലപ്പണിക്കാരായ ആളുകളോട് പറഞ്ഞു, എന്റെ മകൻ അബൂജന്തലിന്റെ ശരീരത്തിൽ ഞാൻ കെട്ടിയിരിക്കുന്ന ചങ്ങലകൾക്കിടയിൽ ഓരോ കണ്ണികളുടെ ഇടയിലും നിങ്ങൾ മൂർച്ചയുള്ള സൂചികൾ വെച്ചു കൊടുക്കുക എന്ന്. നല്ല മൂർച്ചയുള്ള സൂചികൾ അതിലേക്ക് പിടിപ്പിക്കപ്പെടുകയാണ്. സഹോദരങ്ങളെ, പിന്നീട് അങ്ങോട്ടുള്ള രാപ്പകലുകളിൽ മഹാനായ 16-കാരൻ അബൂജന്തൽ റളിയല്ലാഹു അൻഹു തന്റെ ശരീരം ഒന്ന് അനങ്ങിയാൽ, ഒന്ന് അനക്കിയാൽ ആ കൂർത്തു നിൽക്കുന്ന സൂചികൾ തന്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കപ്പെടുന്ന രംഗം, വേദനാജനകമായ പ്രയാസകരമായ ആ വേദനകൾ മുഴുവനും ആ 16-കാരനായ അബൂജന്തൽ റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിൽ ഏറ്റുവാങ്ങുകയാ. പ്രിയപ്പെട്ടവരെ, വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയുള്ള പടപ്പുറപ്പാട് നിങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. എങ്ങനെ? ബിഅംവാലിക്കും വഅൻഫുസിക്കും, നിങ്ങളുടെ ശരീരം കൊണ്ട്, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട്. 16-ാമത്തെ വയസ്സിൽ മഹാനായ അബൂജന്തൽ റളിയല്ലാഹു അൻഹു തന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങുകയാ വേദന. ദാഹിച്ചു വലഞ്ഞ് പ്രയാസപ്പെടുമ്പോ ഒട്ടകങ്ങൾക്ക് കുടിക്കാനുള്ള വലിയ നീളമേറിയ വെള്ളപാത്രത്തിലേക്ക് മഹാനായ അബൂജന്തൽ റളിയല്ലാഹു അൻഹു തന്റെ നാവ് പുറത്തേക്കിട്ടിട്ട് തന്റെ കഴുത്തിങ്ങനെ നീട്ടിയിട്ട് ആ ഒട്ടകങ്ങൾ വെള്ളം കുടിക്കുന്ന പാത്രത്തിലേക്ക് തന്റെ കഴുത്തിങ്ങനെ വെക്കും. പ്രിയപ്പെട്ടവരെ, സുഹൈൽ എന്ന ആ അബൂജന്തൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബൂജന്തൽ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിന് ചവിട്ടിപ്പിടിക്കുന്നുണ്ട്. കഴുത്തിലേക്ക് ഇങ്ങനെ ഭാരമായി ചവിട്ടിപ്പിടിക്കുന്നുണ്ട്. വല്ലാത്ത വേദനാജനകമായ രംഗം. തന്റെ ശരീരത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ചങ്ങലക്കെട്ടുകളുടെ ആ സൂചികൾ മഹാനായ അബൂജന്തൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തെ കീറി മുറിക്കുന്നുണ്ട്. ആ സൂചികൾ കുത്തിയ ഭാഗങ്ങളിലൂടെ ചുടുരക്തം ഇങ്ങനെ പുറത്തേക്ക് ചാലിട്ടൊടുക്കുന്നുണ്ട്. വല്ലാത്തൊരു ജീവിതമാ. അല്ലാഹു പറയാ, പ്രിയപ്പെട്ടവരെ, ലാഭകരമായ ഒരു കച്ചവടം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വതുജാഹിദൂന ഫീ സബീലില്ലാഹ് ബിഅംവാലിക്കും വഅൻഫുസിക്കും, നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ള സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും എന്റെ ദീനിന് വേണ്ടി, എന്റെ ആദർശത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണമെന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, കുറെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഹുദൈബയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും വന്നിട്ടുണ്ട് എന്ന വാർത്ത മഹാനായ അബൂജന്തൽ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിലേക്ക് എത്തുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹുദൈബിയ സന്ധിയിൽ ഒപ്പുവെക്കുകയാണ്. ആ സന്ദർഭത്തിൽ മഹാനായ അബൂജന്തൽ റളിയല്ലാഹു അൻഹു ആ ചങ്ങലക്കെട്ടുകൾ വലിച്ചു പൊട്ടിച്ചിട്ട് ഹുദൈബിയിലേക്ക് ഓടിക്കതച്ചു വരുന്നുണ്ട്. ഭാരമേറിയ ചങ്ങലക്കെട്ടുകൾ, ആ ചങ്ങലകളുടെ ഓരോ കണ്ണികളിലും പിടിപ്പിച്ചിരിക്കുന്ന കൂർത്തു നിൽക്കുന്ന സൂചികളുടെ വേദന ഉളവാക്കുന്ന കുത്തലുകൾ, ഇതെല്ലാം ഏറ്റുവാങ്ങി നിർഗലിക്കുന്ന മനസ്സോടുകൂടി ശരീരം മുഴുവനും മുറിവുകളുമായി, ആ മുറിവുകളിൽ നിന്നും രക്തവും ചലവും നീരും ദുർഗന്ധം അമിക്കുമാറ് ഹുദൈബിയുടെ മലനാർഗത്തിൽ ഇറ്റിട്ട് വീഴുമാറ് മഹാനായ അബൂജന്തൽ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വരികയാ. പ്രിയപ്പെട്ടവരെ, വല്ലാത്ത അവസ്ഥയാണ് സഹോദരങ്ങളെ. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ 16-കാരനെ തിരിച്ചറിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലേ, അതാ അബൂജന്തൽ വരുന്നു, ആ അബൂജന്തലിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂലേ, അബൂജന്തലിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമോ? ഉമറേ, കഴിയില്ലല്ലോ ഉമറേ, മക്കാ മുശ്രിക്കുകളുമായി നമ്മൾ ഒപ്പുവെച്ച് പോയല്ലോ ഉമറേ. മക്കയിൽ നിന്ന് ആര് തന്നെ മദീനയിലേക്ക് വന്നാലും
അവർ തിരിച്ചു മക്കയിലേക്ക് പറഞ്ഞയക്കണമെന്ന കരാറിൽ പ്രവാചകനായി ഞാൻ ഒപ്പുവെച്ചില്ലേ, ഇനി എങ്ങനെയാ നമുക്കത് സ്വീകരിക്കാൻ പറ്റുക എന്ന്. സഹോദരങ്ങളെ, പ്രവാചകന്റെ അടുത്തേക്ക് എത്തുകയാ അബൂജന്തൽ റളിയല്ലാഹു അൻഹു. പ്രവാചകനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, സ്വീകരിക്കാൻ കഴിയുന്നില്ല. മഹാനായ അബൂജന്തൽ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തുണ്ടായിരുന്ന സന്തോഷം മാഞ്ഞു പോവുകയാ. അബൂജന്തൽ റളിയല്ലാഹു അൻഹു മനസ്സിലായി, എന്റെ ഹബീബിന് എന്നെ രക്ഷപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ 16 വയസ്സുള്ള അബൂജന്തൽ റളിയല്ലാഹു അൻഹു വീണ്ടും വീടിന്റെ ഒട്ടകത്തിന്റെ ആലയത്തിലേക്ക് വെച്ച് പ്രയാസപ്പെട്ട് രക്തകണങ്ങൾ ചാരിട്ടൊഴുകുമാറ് വേദനകൾ സഹിച്ച് നടന്നു പോകുന്ന രംഗം അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിറകണ്ണുകളോടെ കാണുന്ന സന്ദർഭത്തിലാ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ വാള് ഊരിപ്പിടിച്ചിട്ട് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊന്ന് അനുവാദം തരുമോ? ഈ നിൽക്കുന്ന സുഹൈലിന്റെ തല വെട്ടിയിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് പ്രവാചകരെ അങ്ങയുടെ മുമ്പിൽ നൽകട്ടെ എന്ന്. ആ കാണുന്ന അബൂജന്തലിനെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല റസൂലേ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വതുജാഹിദൂന ഫീ സബീലില്ലാഹ് ബിഅംവാലികും വഅൻഫുസികും ദാലികും ഖൈറുൽ ലക്കും. അതാണ് നിങ്ങൾക്ക് ഖൈർ. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി യാതൊരുവിധ ലാഭേച്ഛയുമില്ലാതെ പരിശ്രമിക്കാൻ, പണിയെടുക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമോ? എങ്കിൽ സന്തോഷകരമായ ജീവിതമുണ്ട് എന്നാണ്. പ്രിയപ്പെട്ടവരെ, 16-കാരനായ അബൂജന്തൽ റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിൽ 16-ാമത്തെ വയസ്സിൽ ഈ ത്യാഗസമ്പൂർണമായ ജീവിതം ഏറ്റെടുത്തത് എന്തിനു വേണ്ടിയാ? പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഏതൊരു മനുഷ്യനാണോ മരണത്തിന്റെ അവസാന നിമിഷം സഖറാത്തിൽ മൗത്തിന്റെ വേദന അനുഭവിക്കുന്ന സന്ദർഭത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം വരാനുണ്ട്. ആ സാഹചര്യത്തിൽ ആ മനുഷ്യന്റെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ വരും. എങ്ങനെയുള്ള മനുഷ്യന്റെ അടുക്കലേക്ക്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, അല്ലാഹുവാണ് എന്റെ റബ്ബ്, എന്റെ സൃഷ്ടാവ്, എന്റെ സംരക്ഷകൻ എന്ന് പ്രഖ്യാപിക്കുകയും യാതൊരുവിധ പ്രതിസന്ധികളിലും ഭയപ്പെടാതെ ആ വിശ്വാസത്തിൽ, ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്ത ആ മനുഷ്യന്റെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് ആ മനുഷ്യനോട് പറയും, തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനൂ. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട വിശ്വാസി, നീ വേദനിക്കണ്ടട്ടോ, നീ പ്രയാസപ്പെടണ്ടട്ടോ, നീ കരയണ്ടട്ടോ. അബൂജന്തൽ, ഈ സൂചി കുത്തിയിട്ട് നിന്റെ ശരീരം വേദനിക്കുന്നുണ്ടോ അബൂജന്തൽ? എങ്കിൽ കരയണ്ട, എങ്കിൽ വ്യസനിക്കണ്ട, ദുഃഖിക്കണ്ട അബൂജന്തൽ. എന്തേ കാരണം? വഅബിശ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ. സുന്ദരമായ, സന്തോഷകരമായ, ഒരിക്കലും വേദനകൾ സമ്മാനിക്കാത്ത, ആശങ്കകൾ പ്രകടിപ്പിക്കേണ്ടി വരാത്ത ഒരു ജീവിതം ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗീയാരാമങ്ങളിൽ അബൂജന്തൽ നിനക്ക് പ്രവേശിക്കാൻ കഴിയും. ആ ഒരു സന്തോഷത്തിന് വേണ്ടി 16-ാമത്തെ വയസ്സിൽ തന്റെ ജീവിതം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലാഭകരമായി പഠിപ്പിച്ചിട്ടുള്ള ആ കച്ചവടത്തിന് വേണ്ടിയുള്ള ജീവിതത്തെ ഒന്ന് ഒരുക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. എങ്കിൽ സുന്ദരമായ ഒരു സ്വർഗം വിശ്വാസികളെ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഒരിക്കൽ മഹാനായ ഖൈസർ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ മകൻ സഅദ് റളിയല്ലാഹു അൻഹുവും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ കൂട്ടത്തിൽ ആരായിരിക്കും ആദ്യം അള്ളാഹുവിനെ കണ്ടുമുട്ടുക? ചോദ്യം നോക്ക് നിങ്ങൾ. നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ആദ്യമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യമുണ്ടാവുക? ആ സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് മാർക്കറ്റിലൂടെ ഒരു അനൗൺസ്മെന്റ് കടന്നു പോകുന്നത്. മഹാനായ ഖൈസർ റളിയല്ലാഹു അൻഹു മോനോട് പറഞ്ഞു, മോനെ, എന്താണ് അനൗൺസ്മെന്റ് എന്ന് നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞു. ഒരല്പസമയം കഴിഞ്ഞപ്പോ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ധൃതി പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വന്നു. എന്നിട്ട് പടച്ചട്ടയണിഞ്ഞു. മുറിഞ്ഞുപോയ ഒരു വാളിന്റെ കഷ്ണമുണ്ടായിരുന്നു, അതെടുത്ത് കയ്യിൽ പിടിച്ചു. വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോ
മഹാനായ ഖൈസ് റളിയല്ലാഹു അൻഹു, മോനെ നീ എങ്ങോട്ടാണ് ധൃതി പിടിച്ചുകൊണ്ട് പോകുന്നത്? മാർക്കറ്റിലൂടെ കടന്നുപോയ അനൗൺസ്മെന്റ് എന്താണെന്ന് അറിഞ്ഞു വരാനാണ് ഞാൻ നിന്നെ പറഞ്ഞയച്ചത്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉപ്പാ, സന്തോഷം കൊണ്ട് ആ വാർത്ത താങ്കളോട് പറയാൻ ഞാൻ മറന്നുപോയതാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനൗൺസ്മെന്റ് ആണ് പോകുന്നത്. ഉഹുദിന്റെ രണഭൂമിയിലേക്ക് പോകാനുള്ള പടപ്പുറപ്പാട് നടത്താൻ പ്രവാചകന്റെ ആഹ്വാനമാണ് ഉപ്പ. നമ്മൾ രണ്ടുപേരും സംസാരിച്ച ആ സംസാരത്തിൽ ഭാഗ്യം ഒരു പക്ഷേ എനിക്കാണെങ്കിലോ ഞാൻ അല്ലാഹുവിന്റെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ് എന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു. മഹാനായ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കാലുകളും മുട്ടുവരെ ഇസ്ലാമിന്റെ ശത്രുക്കൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. രണ്ട് കൈകളും കൈപ്പത്തി ഭാഗം മുറിച്ചു കളഞ്ഞിട്ടുണ്ട്. ശരീരത്തിൽ ദുർബലതയുള്ള മനുഷ്യനായിരുന്നു ഖൈസ് റളിയല്ലാഹു അൻഹു. ആ ഖൈസ് റളിയല്ലാഹു അൻഹു മകനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, മോനെ, ഇനി നിനക്ക് അവസരമുണ്ട്. അള്ളാഹു നിനക്ക് ആയുസ് നൽകിയാൽ ഇനിയും ഒരുപാട് യുദ്ധങ്ങളിൽ പ്രവാചകന്റെ കൂടെ പങ്കെടുക്കാൻ പറ്റും മോനെ. നിന്റെ ഉപ്പാനെ നോക്ക്, ശരീരത്തിൽ അവയവങ്ങളില്ല, വയസ്സായിട്ടുണ്ട് മോനെ. ഇനി യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമോ എന്ന് അറിയില്ല മോനെ. നിന്റെ ഉപ്പ കിടക്കുന്ന കിടക്കയിൽ കിടന്ന് മരിക്കാൻ നിന്റെ ഉപ്പ ആഗ്രഹിക്കുന്നില്ല മോനെ. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ഈ ഉപ്പ പങ്കെടുക്കട്ടെ മോനെ. പ്രിയപ്പെട്ടവരെ, വാപ്പയും മകനും തർക്കത്തിലാണ്. സ്വത്തിന്റെ പേരിലല്ല, മാർക്കറ്റിലുള്ള അങ്ങാടിയിലുള്ള ബിൽഡിങ്ങിന്റെ പേരിലല്ല, റബ്ബർ തോട്ടത്തിന്റെ പേരിലല്ല. ആര് ആദ്യം യുദ്ധത്തിൽ പോയി പങ്കെടുത്ത് ഷഹീദാകും, അതിനുവേണ്ടി വാപ്പയും മകനും തർക്കുക. അവസാനം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വന്നു. ഉമ്മ വന്നിട്ട് പറഞ്ഞു, മോനെ, നമുക്ക് നറുക്കിട്ടെടുക്കാം. രണ്ടാളെ പേരെഴുതിയിട്ട് നറുക്കിടാം. ആരുതാണോ പേര് കിട്ടുന്നത് അവർ പോകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ ഉമ്മ നറുക്കിടുകയാണ്. മഹാനായ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരാ നറുക്കിൽ വന്നത്. പ്രിയപ്പെട്ടവരെ, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു താൻ ഇട്ടിരിക്കുന്ന യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള പടച്ചട്ട ഖൈസ് റളിയല്ലാഹു അൻഹുവിന് ഇട്ടുകൊടുക്കുകയാണ്. എന്നിട്ട് ഉപ്പയെ, ഒരു വയസ്സായ ഒട്ടകം ഉണ്ടായിരുന്നു, ആ ഒട്ടകം പുറത്ത് കയറ്റി കൊടുത്തു. വാള് പിടിക്കാൻ കഴിയില്ല, കൈപ്പത്തിയില്ല. ആ കൈപ്പത്തിയില്ലാത്ത കയ്യിലേക്ക് ആ മുറിഞ്ഞു തൂങ്ങിയ വാളിന്റെ ഭാഗം കയറുകൊണ്ട് കെട്ടിവെക്കുകയാ. ഉപ്പയുടെ അരയും ആ ഒട്ടകത്തിന്റെ അരയും കയറുകൊണ്ട് കെട്ടിവെക്കുകയാ. എന്നിട്ട് ആ ഒട്ടകത്തിന്റെ മൂക്ക് കയർ പിടിച്ചിട്ട് ഉഹദിന്റെ രണഭൂമിയിലേക്ക് ചുട്ടുപൊള്ളുന്ന മടനാരണത്തിന്റെ ചൂടിനെ വകവെക്കാതെ മുന്നോട്ട് പോകുന്ന രംഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, കുറച്ചു ദൂരം യാത്ര ചെയ്തപ്പോ ആ വയസ്സായ ഒട്ടകം നിലത്തേക്ക് വീണു പോവുകയാണ്. ഇനി യാത്ര ചെയ്യാൻ കഴിയില്ല. മഹാനായ ഖൈസ് റളിയല്ലാഹു അൻഹു നിറകണ്ണുകളോടുകൂടി സഅദ് റളിയല്ലാഹു അൻഹു നോക്കുന്നുണ്ട്. മോനെ, ഇനിയും കുറച്ച് ദൂരമുണ്ടല്ലോ ഉഹദിലേക്ക്, എങ്ങനെയാ മോനെ നമുക്ക് പോകാൻ പറ്റുക എന്ന് ചോദിക്കുന്നു. സഹോദരങ്ങളെ, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ ചുമലിലേറ്റിയിട്ട് ഉപ്പാന്റെ അരക്കെട്ടിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് ആ ഉപ്പാനെയും കൊണ്ട് ഉഹദിന്റെ രണഭൂമിയിലേക്ക് ചീറിപ്പായുന്ന ഒട്ടകത്തിനേക്കാളും വേഗത്തിൽ ഉഹദിന്റെ രണഭൂമിയിലേക്ക് പോകുന്ന രംഗമുണ്ട്. എന്തിനാ? വതുജാഹിദൂന ഫീ സബീലില്ലാഹ് ബിഅംവാലികും വഅൻഫുസികും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. അതിനു വേണ്ടിട്ടാ കുറച്ചോടി കുറച്ചു നേരം നിന്നു. മഹാനായ ഖൈസ് റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, മോനെ, ഉപ്പ നിനക്കൊരു ബാധ്യതയായില്ലേ? ഈ ഉപ്പാനെ കൊണ്ട് കുറെ പ്രയാസായില്ലേ മോനെ എന്ന് മഹാനായ ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് സഅദ് റളിയല്ലാഹു അൻഹു പറയാ, അല്ല ഉപ്പ, ഉഹദിലേക്ക് ചെന്നാൽ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കയ്യിൽ നല്ല മൂർച്ചയുള്ള വാളും ചാട്ടുളിയും ആയുധങ്ങളും കുന്തങ്ങളും ഒക്കെ ഉണ്ടാകും. ആ സ്ഥലത്ത് വെച്ച് എന്റെ ഉപ്പാക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് ഞാൻ ആലോചിക്കുകയാണ്. മഹാനായ ഖൈസ് റളിയല്ലാഹു അൻഹു പറയാണ്, മോനെ, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് നീ വിഷമിക്കണ്ട. എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്ക് ആരൊക്കെ അമ്പ് ചെയ്യുന്നുണ്ടോ ആ അമ്പ് ഈ ഖൈസബിയുടെ ശരീരം കൊണ്ട് നീ തടുക്കണം. ആരൊക്കെ പ്രവാചകന്റെ നേർക്ക് വാള് വീശുന്നുണ്ടോ ആ വാള് ഈ ശരീരം കൊണ്ട് നീ തടുക്കണം. അങ്ങനെ ഉഹദിന്റെ രണഭൂമിയിലേക്ക് എത്തി. യുദ്ധം ചെയ്യ സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ശത്രുക്കൾ രണ്ടുപേരെയും വളഞ്ഞു, ചിന്ന ഭിന്നമാക്കി.
അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ മഹാനായ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ തലഭാഗം ഇങ്ങനെ കഴുത്ത് പിടക്കുന്ന രൂപത്തിൽ ഇങ്ങനെ കാണുക. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവേ, നീ പറഞ്ഞ വാഗ്ദാനം സത്യമാണെങ്കിൽ വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലതീ കുൻതും തുഅദൂൻ, അത് സത്യമാണെങ്കിൽ ഈ കിടക്കുന്ന കൈസമക്ക് നീ നൽകണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, എന്തിനാ അവർ പണിയെടുത്തത്? എന്തിനാ ഈ പ്രയാസം ഏറ്റുവാങ്ങിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുൽ ജന്ന. സത്യവിശ്വാസികളിൽ നിന്നും അവരുടെ ശരീരവും സമ്പത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല കച്ചവടം ചെയ്തിട്ടുണ്ട്, വിലക്ക് വാങ്ങിയിട്ടുണ്ട്. എന്തിനു പകരമായി? ബിഅന്ന ലഹുൽ ജന്ന, സ്വർഗ്ഗത്തിന് പകരമായി. ആ സ്വർഗ്ഗത്തിന് പകരമായി നമ്മുടെ ശരീരവും നമ്മുടെ സമ്പത്തും അല്ലാഹുവിന്റെ ആദർശത്തിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നൽകാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ജീവിതത്തിൽ നിർവഹിക്കുന്ന ആളുകളെ കുറിച്ച്, അവരുടെ ജീവിതത്തിൽ നേടിയെടുക്കാനുള്ള സൗഭാഗ്യങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് യഗ്ഫിർ ലക്കും ദുനൂബക്കും. അങ്ങനെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയും അതിനുള്ള പരിശ്രമങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നവരാണോ നമ്മൾ എങ്കിൽ ആ ലാഭകരമായ കച്ചവടത്തിന്റെ കൂട്ടത്തിൽ ലാഭമായി എണ്ണാൻ കഴിയുന്ന ഒന്നാമത്തെ വിഷയം യഗ്ഫിർ ലക്കും ദുനൂബക്കും. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എന്തൊക്കെ പാപഭാരങ്ങളുണ്ടോ അതെല്ലാം കരുണാമയനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരാൻ തയ്യാറാണ്. അങ്ങനെ പുറത്തു തരിക മാത്രമല്ല റബ്ബ് ചെയ്യുന്നത്, വയുദ്ഖിൽകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്ത് കൂടി കളകളാ ശബ്ദത്തോടുകൂടി ഒഴുകുന്ന അരുവികൾ നിറഞ്ഞു നിൽക്കുന്ന സ്വർഗത്തോപ്പുകളിലേക്ക് അവരെ നാം പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാത്തിൻ അദ്ൻ, എന്നെന്നും താമസിക്കാൻ കഴിയുന്ന വിശിഷ്ടമായ ഭവനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ശരീരവും നമ്മുടെ സമ്പത്തും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, അല്ലാഹുവിന്റെ ആദർശത്തിന് വേണ്ടി പണയപ്പെടുത്താൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പരിശ്രമിച്ചാൽ ആ ഒരു വിശ്വാസിയുടെ കൂട്ടുകാരൻ ആരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വ ഫിൽ ആഖിറ, ഇഹലോകത്തിലും പരലോകത്തിലും അവിടെ മിത്രങ്ങൾ, കൂട്ടുകാർ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മലക്കുകളായിരിക്കും. സഹോദരങ്ങളെ, മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, മക്കാ മുശ്രിക്കുകളുടെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരാളാ അബൂ സുഫിയാൻ. ആ അബൂ സുഫിയാന്റെ മകളാ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. ആ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ, ഈ ആദർശം ഉൾക്കൊണ്ടതിന്റെ പേരിൽ, അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ചതിന്റെ പേരിൽ മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കഠിനമായ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും അനുഭവിക്കുകയാണ്. സംരക്ഷിക്കേണ്ട വാപ്പ, സ്നേഹം നൽകേണ്ട ഉമ്മ, പരിചരിക്കേണ്ട സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ വേണ്ടോളം ഉപദ്രവിച്ചു, പ്രയാസപ്പെടുത്തി. സ്വന്തം വീട്ടിൽ സുരക്ഷിതയായി ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് വന്നു ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. പ്രവാചകനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കും എന്റെ ഭർത്താവിനും ഉബൈദുല്ലാഹി ഇബ്നു ജഅ്ഷിനും കൂടി ഹിജ്റ പോകാനുള്ള അനുവാദം നൽകണം. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് രണ്ടുപേർക്കും അബിസീനയിലേക്ക് ഹിജ്റ പോകാനുള്ള അനുവാദം കൊടുക്കുകയാണ്. ആ അബിസീനയിലേക്ക് യാത്ര പോകാനുള്ള അനുവാദം കൊടുത്തു. അങ്ങനെ അബിസീനയുടെ കടൽ തീരത്ത് സുന്ദരമായ വലിച്ചു കെട്ടിയ തുണിശീലയുള്ള ഒരു ടെന്റിന്റെ കീഴിൽ ഈ ആദർശം അനുസരിച്ചുകൊണ്ട് സുന്ദരമായി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ തന്റെ ജീവിതത്തെ തള്ളി നീക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഉബൈദുല്ല അബിസീനയിൽ വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ക്രൈസ്തവരായ തന്റെ കൂട്ടുകാരുടെ വിശ്വാസവും ആചാരവും തന്റെ ജീവിതത്തിലേക്ക് പകർത്തുകയും, അങ്ങനെ പകർത്തിയതിനു ശേഷം ഒരു ദിവസം രാത്രിയിൽ തന്റെ ടെന്റിന്റെ ഉള്ളിലേക്ക് കയറി വന്നു. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മു ഹബീബ, ഈ നിമിഷം മുതൽ ഞാൻ
ഒരു പുതിയ വിശ്വാസവും ഒരു പുതിയ മതവും സ്വീകരിച്ചിരിക്കുന്നു. ഭർത്താവ് എന്ന എന്റെ സ്നേഹവും എന്റെ സംരക്ഷണവും ഞാൻ കൊണ്ടുവരുന്ന മഈഷത്തും നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ സ്വീകരിച്ചിട്ടുള്ള എന്റെ വിശ്വാസത്തിലേക്ക് നീ കടന്നു വരണം. ആലോചിക്കാൻ നേരം വെളുക്കുന്നത് വരെ സമയം കൊടുത്തു. എന്നാൽ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ എന്ന ധീരയായ വനിതക്ക് ആലോചിക്കേണ്ടി വന്നില്ല. എന്തിന്റെ പേരിലാ ജനിച്ചു വളർന്ന സുന്ദരമായ ജീവിതം ഉപേക്ഷിക്കേണ്ടി വന്നത്? തന്റെ മാതാപിതാക്കൾ ഉപേക്ഷിക്കേണ്ടി വന്നത്? കണ്ണെത്താ ദൂരത്ത് വിശാലമായി കിടക്കുന്ന സ്വത്തുവകകളെ, ഐശ്വര്യങ്ങളെ, സൗഭാഗ്യങ്ങളെ വിട്ടേച്ച് അബിസീനയിൽ കടൽ തീരത്ത് തുണികൾ വലിച്ചു കെട്ടിയ ടെന്റിന്റെ താഴെ താമസിക്കേണ്ടി വന്നത് എന്തിന്റെ പേരിലാ? ഈ വിശ്വാസത്തിന്റെ പേരിലാ. ഈ വിശ്വാസത്തെ ഹൃദയത്തിനോട് ചേർത്ത് വെച്ചതിന്റെ പേരിലാ. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല, ഈ രാത്രി മുതൽ ഭർത്താവ് എന്ന നിന്റെ സ്ഥാനം എനിക്ക് വേണ്ട, നിന്റെ സ്നേഹം എനിക്ക് വേണ്ട, നീ കൊണ്ടുവരുന്ന മഈഷത്ത് എനിക്ക് വേണ്ട. പ്രിയപ്പെട്ടവരെ, അന്നിന്റെ രാത്രി മുതൽ മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ കൊടിയ പീഡനങ്ങൾക്ക് വിധേയമാവുകയാ. ചുട്ടുപടുത്ത അബിസീനയുടെ കടൽ തീരത്തുള്ള മണലാരണ്യത്തിൽ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ മലർത്തിക്കിടത്തുകയാണ്. ചുട്ടുപഴുത്ത് നിൽക്കുന്ന മണൽത്തരികൾ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ രണ്ട് കൺപോളകളും ഇങ്ങനെ വിടർത്തിപ്പിടിച്ചിട്ട് ആ ചുട്ടുപടുത്ത മണൽത്തരികൾ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ കണ്ണിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ ശരീരത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. വല്ലാത്ത രംഗ സഹോദരങ്ങളെ അങ്ങനെ കത്തി കൊണ്ട് മുറിച്ച ശരീരത്തിന്റെ മാംസലങ്ങൾ പിളർത്തിയിട്ട് അതിലേക്ക് മണ്ണുകൾ വാരിയിടുന്നുണ്ട്. എന്തൊക്കെ പ്രയാസങ്ങളാ, എന്തൊക്കെ വേദനകളാ സഹോദരങ്ങൾ അനുഭവിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. കണ്ണ് പഴുത്തിങ്ങനെ നിൽക്കുക. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ നജാഷി രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നും ഒരാൾ വന്നു ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നുണ്ട് എന്ന്. മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ നജാഷി രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കയറിപ്പോകുന്നുണ്ട്. അവരെ കാണാൻ വേണ്ടി മഹാനായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരൻ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ കാത്തു നിൽക്കുകയാണ്. സഹോദരങ്ങളെ, മഹാനായ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ കണ്ടപ്പോ പൊട്ടിക്കരഞ്ഞുപോയി. സഹോദരങ്ങൾ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ നമ്മെ സംരക്ഷിക്കാൻ, നമ്മളെ സ്നേഹിക്കാൻ, നമ്മളെ പരിചരിക്കാൻ, നമ്മളെ ചേർത്ത് നിർത്താൻ ആരുമുണ്ടാവുകയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സഹോദരങ്ങളെ, ആരാരുമില്ലാതിരുന്ന അബിസീനയുടെ കടൽ തീരത്ത് തുണിശീലകൾ വെച്ച് കെട്ടിയ ടെന്റിന്റെ താഴെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ വതുജാഹിദൂന ഫീ സബീലില്ലാഹ് ബിഅംവാലികും വഅൻഫുസികും എന്ന് പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനം, അത് ജീവിതത്തിൽ സ്വീകരിച്ചതിന്റെ പേരിൽ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചു. നജാഷി രാജാവിന്റെ കൊട്ടാരത്തിൽ നിൽക്കുക മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയ്ക്ക് നൽകിയ സന്തോഷം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു ഹബീബ പ്രവാചകന്റെ മണവാട്ടിയായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താ നിങ്ങളുടെ മറുപടി എന്നാ ചോദിക്കുന്നത്. ആര് സംരക്ഷിക്കാനില്ലെങ്കിലും ഈ ആദർശം ഹൃദയത്തിലേറ്റിയിട്ടുണ്ടോ? അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടും. ആരാരും അറിയപ്പെടാതെ അബിസീനയുടെ കടൽ തീരത്ത് ഇടികൊണ്ട് മർദ്ദനങ്ങൾ സഹിച്ച് ഒറ്റക്ക് മരിച്ചു പോകുമാകിയിരുന്ന മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത് എന്ന ദറജയിലേക്ക് ഉയർത്തിയത് ഈ ആദർശത്തിന്റെ വലുപ്പം കൊണ്ടാ, ഈ വിശ്വാസത്തിന്റെ ഫضل കൊണ്ടാ. പ്രിയപ്പെട്ടവരെ, അത് തിരിച്ചറിയാൻ, അത് ഹൃദയത്തിനോട് ചേർത്ത് വെക്കാൻ, അത് നമുക്ക് കിട്ടിയതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും ലാഭകരമായ കച്ചവടം, ആ കച്ചവടം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയ ഈ യഥാർത്ഥ ഹക്ക് എങ്ങനെയാണോ അത് മറ്റുള്ളവർക്ക് പകർന്നുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി മുവഹിദീങ്ങളായി ഈ ലോകത്ത് ജീവിക്കാനും
അതേ രൂപത്തിൽ സന്തോഷത്തോടെ റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുന്ന മുവഹിദീങ്ങളിൽ മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നാടൊരു കൂട്ടം നരകത്തിലേക്ക് മറ്റൊരു കൂട്ടം സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളിൽ മുവഹിദീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വാത്സല്യനിധികളായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പ്രബോധകന്മാരായിട്ടുള്ള ആളുകൾ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം പരത്തണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين ورحمتك يا أرحم الراحمين.